പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ടീച്ചറായിട്ട് വന്നപ്പോഴെല്ലാം ഞാൻ ഓർക്കുന്ന ഒരു മുഖങ്ങളിൽ ഒന്ന് ഉഷ ടീച്ചറാണ്. കാരണം ടീച്ചറിന് ഭയങ്കര എപ്പോഴും ഒരു വെപ്രാളം പോലെ ഓടി നടക്കും. എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ എടുക്കണമെങ്കിൽ ടീച്ചറിന് സമയമൊന്നും ടീച്ചർ നോക്കാറില്ല. വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വിളിച്ച് എക്സ്ട്രാ ക്ലാസ്സൊക്കെ ചെയ്ത് പോർഷൻ തീർക്കുന്ന ഒരു അധ്യാപികയാണ്. ഫിസിയോളജിയാണ് ടീച്ചർ പഠിപ്പിച്ചത്. ഇപ്പോഴും എനിക്ക് ക്ലാസ്സുകളെല്ലാം ഓർമ്മയാണ്. ഫിസിയോളജി ഞാൻ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റും കൂടെ ആയത് എനിക്ക് തോന്നുന്നു ഉഷ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ ബിന്ദു ടീച്ചർ വന്നപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടായത് ഒരു പുതിയ വിഷയമാണ് ബയോസ്റ്റാറ്റിക്സിക്സ്. ഇപ്പോൾ വിഷയങ്ങൾ ഓർത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ ഫിസിയോളജിയും ബയോസ്റ്റാറ്റിക്സും ഉണ്ട്. രണ്ട് അധ്യാപകരും ഇവിടെ തന്നെ ഉണ്ട്. ബയോസ്റ്റാറ്റിക്സിക്സ് ഇപ്പോഴും എൻ്റെ ഇഷ്ട വിഷയങ്ങളിൽ ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അതിന് അടിത്തറയിട്ട് തന്നത് ഈ രണ്ടുപേരുമാണ്. അത് തന്നെയാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഇരുള് മാറ്റിക്കെടുക്കുക എന്ന് പറയുന്ന ഒരു ജോലിയാണ് ഗുരുക്കന്മാരുടെ എന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുന്നു. ടീച്ചറ് ഷീല ടീച്ചറൊക്കെ ടീച്ചറിനെ എനിക്ക് മുന്നേ ഒന്നും അറിയില്ല. ടീച്ചർ ഇവിടെ വന്നിട്ടാണ് പരിചയമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ റിക്വസ്റ്റ് തരിക എന്നുള്ളത് ഇതാണ്. ഇവിടുത്തെ ഈ കോളേജിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട് അടുത്ത കാലത്തായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റൊക്കെ ചോദിക്കുന്നത്. കാരണം ഓഫീസിൽ ഞാൻ ഇവിടെ പുതിയതാണ്, 2 മാസമായുള്ളൂ. ഒക്ടോബർ 10-നാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും സീനിയർ അധ്യാപകരെയും അതുപോലെ തന്നെ ഓഫീസിലെ സൂപ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല വേണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പെർമിഷൻ ലെറ്റർ ചോദിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിന് മുന്നേ ഒക്കെ അങ്ങനെ തന്നെയാണ് നടന്നിരുന്നതെന്ന് പറഞ്ഞു. ഇടക്കാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മൾക്കൊരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ടെൻഷൻ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. SN ട്രസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ശക്തമായ അലുമിനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സദസ്സ് കണ്ടപ്പോഴത് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ സദസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണ്. ഞാൻ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പരിപാടിയിൽ പോലും ഇത്രയും ലാസ്റ്റ് റോവരെ നിറയാറില്ല ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സദസ്സ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ കോളേജിൻ്റെ കേസിൽ ഇവിടെ പ്രിൻസിപ്പലായിട്ട് വന്നതിൽ അഭിമാനമുണ്ട്. ഒരുപാട് ആശങ്കകളുള്ള ഒരു സമയമാണ് ഞങ്ങൾക്ക് അധ്യാപകർക്ക്. കാരണം അധ്യാപകത്തിനും ഒരു പൊതുസമൂഹത്തിനും ഒക്കെ ആശങ്കകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 2021 മുതലുള്ള കണക്കുകളൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ UG PG കുട്ടികളുടെ കണക്കെടുത്താൽ ഓരോ വർഷവും ഒരു 200-250 ഇടയ്ക്ക് കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരുടെയും സന്തോഷത്തിലും നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിലും പരസ്പരം ചേരാനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സജീവമായി പങ്കെടുക്കണം. നേരത്തെ വസന്ത പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഫോർവേഡ് മെസ്സേജിന് മാത്രമല്ല, വീട്ടിൽ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതിനകത്ത് അറിയിപ്പിക്കുക. പരസ്പരം നമുക്കൊരു ഒരു വോയിസ് മെസ്സേജെങ്കിലും ഇട്ടും നമുക്കത് നമ്മുടെ പ്രസൻസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ അധ്യക്ഷ പ്രസംഗം നീണ്ടുപോയതിൽ ക്ഷമിക്കണം. നമ്മുടെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ ഞാൻ സമയമെടുത്തതാണ്. ഞാൻ അടുത്തതായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഏറെ ബഹുമാനിയായ നമ്മുടെ ഡോക്ടർ ജിഷ എസ് നമ്മുടെ പ്രിൻസിപ്പലിനെ ക്ഷണിക്കുന്നു. യിലെയും ശില്പ ടീച്ചറിനെയും വിളിച്ചു ചോദിച്ചു. ടീച്ചറിൻ്റെയും കൂടെ അനുവാദത്തോടുകൂടി എല്ലാം ചെയ്തു. ആദ്യമായിട്ട് ടീച്ചറിനെ ചെന്ന് ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് ആശയങ്ങളുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഇത്രയധികം ആശയങ്ങൾ എങ്ങനെ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ അപ്ലിഫ്റ്റ് ചെയ്യാം, കോളേജിൻ്റെ പുരോഗമനത്തിന് വേണ്ടി അതിനെ വിനിയോഗിക്കാമെന്നുള്ള ടീച്ചറിൻ്റെ വലിയ ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാട്. ടീച്ചറിനോട് ഞങ്ങൾ ഒരു വാക്ക് പറയുകയാണ്. ഈ ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ ശക്തമായ സംഘടനയാണ്. ഞാൻ ബിന്ദു ടീച്ചർ അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴാണ്, പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് അംഗത്വമെടുത്തത്. ടീച്ചറിൻ്റെ ആ ഒരു പാതയിൽ 2018 പ്രളയത്തിനൊക്കെ ഞങ്ങൾ 1.5 ലക്ഷം രൂപ 2 ലക്ഷത്തിൻ്റെ രൂപ ചെക്ക് കൊടുത്തു കളക്ടർ. ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ മാത്രം കളക്ഷൻ. അപ്പുറത്ത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു വലിയ ഒരു ആരാധനാലയം പോലെ പവിത്രമായ അന്തരീക്ഷം, ശ്രീനാരായണ വനിതാ കോളേജിൽ നിന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ പവിത്രമായ അന്തരീക്ഷം നമുക്ക് സംജാതമാക്കി തന്ന അന്നത്തെ പ്രിൻസിപ്പലിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും കളക്ഷൻ ഏൽപ്പിച്ചു. കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെയും കൂടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. FSAയുടെ മെമ്പർഷിപ്പ് എടുക്കാത്തവരുടെ കൂടെ ഞാൻ പറയുകയാണ്. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് FSAയുടെ വകയായിട്ട് മിഡ് ഡേ മീൽ കൊടുക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ പൈസ മുഴുക്കാതെ വരുമ്പോൾ FSAയുടെ മെമ്പർമാർ തന്നെ അതിനകത്ത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി കരുതുന്നതിൻ്റെ ഒരു ഭാഗം ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതിന്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ, ഒരുപാട് സ്റ്റഡി ക്ലാസ്സുകൾ, കുട്ടികൾക്ക് ആവശ്യമായ കോമ്പറ്റീഷൻസ്, എലോക്യൂഷൻ കോമ്പറ്റീഷൻ നടത്തുന്നു, അവർക്ക് മെറിറ്റ് അവാർഡ് കൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ ടീച്ചർ ഒരുപാട് നമുക്ക് പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ സായങ്കാലത്തെത്തിയവരെങ്കിലും ആ മെമ്പർഷിപ്പ് കുറച്ചുകൂടി കൂട്ടണം. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാത്തവർ പോകുന്നതിന് മുമ്പായിട്ട് 250 രൂപയെങ്കിലും കൊടുത്ത്, ശില്പ ടീച്ചർ ഇവിടെ ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരും ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. FSIയുടെ ബാനറിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. FSIയുടെ ബാനറിലാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒത്തുകൂടുന്നതിന്, നമ്മൾ സ്നേഹിക്കുന്നതിന് FSIയുടെ ബാനറിൽ തന്നെ വരട്ടെ. ഈ കോളേജ് അന്തരീക്ഷം ടീച്ചർ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തന്നു. അവധിയായിട്ടും നമുക്കിതിന് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു. ജീവിച്ച് നമ്മളിവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സംസാരം കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് ഇവിടെ സ്വാഗതത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ആദ്യമായി ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് എൻ്റെ പ്രിയ കൂട്ടുകാരി LK ശ്രീദേവിയാണ്. നമ്മളിൽ ഒരാൾ തന്നെയാണ്. പിന്നെ ശ്രീദേവി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ കോളേജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ, പിന്നെ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ. ഞങ്ങളിവിടെ വന്നല്ലോ, ഓർമ്മ പുതുക്കാൻ സന്തോഷിക്കാൻ കുശലം പറയാൻ വന്നല്ലോ. കോളേജ് എന്നാൽ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു ഹരമല്ലോ. യാദൃശ്യമായി ഞാൻ ഓർത്ത് പറഞ്ഞതാണ്. 5 ഫാൻ ഇതിനകത്ത്, AC ഇല്ല, ഫാൻ ഒന്നും വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ 5 ഫാൻ നമ്മൾ ഇതിനകത്ത് വാങ്ങിച്ചിട്ടു, ബാക്കിയുള്ള പൈസ. അപ്പം ഇപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി പ്രായമായി, ഇനിയിപ്പോൾ സാധനം മേടിക്കാനും കൊടുക്കാനും ഒക്കെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് ഫണ്ടായിട്ട് ഏൽപ്പിച്ചതാണ്. അതിൻ്റെ യുദ്ധം പോലെ പ്രസിഡന്റ് ചെയ്യട്ടെ. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വൈകാരികമായ ഒരു മുഹൂർത്തമാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ വന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ 50 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഈ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു, അധ്യക്ഷ പദവിയിൽ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ അതിനൊരു വികാരപരമായി വളരെയധികം ഇത് ഓർഗനൈസ് ചെയ്യാൻ, അതിൻ്റെ ഒരു ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ അനുഗ്രഹമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. നമുക്കെല്ലാവർക്കും ഞാൻ വീണ്ടും പറയട്ടെ, ആരോഗ്യപരമായിട്ട് തുടർന്നുള്ള നാളുകൾ കഴിയാനിടവരട്ടെ. മനസ്സുകൊണ്ട് മാത്രം നമ്മൾ ചെറുപ്പമായ പോരല്ലോ, ശരീരത്തിന് ആരോഗ്യം വേണം. ആ ആരോഗ്യം പരമാവധി സംരക്ഷിച്ച് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ
പ്രയാസത്തോടു കൂടി വന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും എനിക്ക് തന്ന ഈ ആദരവ് ഞാൻ ബഹുമാന പുരസ്സരം സമർപ്പിക്കുകയാണ്. ഞാൻ ചേച്ചിയെ എൻ്റെ സ്നേഹവും എൻ്റെ നന്ദിയുമൊക്കെ അറിയിക്കുകയാണ്. ശ്രീദേവി ചേച്ചി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലൊക്കെ എത്തി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു തല കണ്ടാലും സായാഹ്നം എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ മുടിയൊന്ന് ഡൈ ചെയ്യുമ്പോൾ എൻ്റെ ഇളയ മകൻ അവൻ്റെ മുടി വെളുപ്പിച്ചാണ് നടക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ കറുപ്പിക്കുമ്പോൾ അവനത് വെളുപ്പിച്ചാണ് നടക്കുന്നത്. അപ്പം ഈ തലമുറയുടെ മാറ്റം അതാണ്. പക്ഷെ ഇവിടെ ഒത്തുകൂടുമ്പോൾ നമ്മളെല്ലാവരും പ്രീ ഡിഗ്രിക്ക് ഇവിടെ വന്നു ചേർന്ന സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പ്രതീകമായി മാറുകയാണ് ചെയ്യുന്നത്. 50 വർഷം എന്ന് പറയുന്നത്, അരനൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവൊന്നുമല്ല.